ചോദ്യം നമ്പർ 242 ശ്രീ എം. വി. ഗോവിന്ദൻ മാസ്റ്റർ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ എം. നൌഷാദ് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി. സാറേ, അത് കുറേ നീണ്ടതാണ്, ഞാൻ ടേബിൾ ചെയ്യാം സാർ. ഓക്കെ, താങ്ക് യു. ശ്രീ എം. നൌഷാദ്. സർ, പൊതുസ്ഥലങ്ങൾ നവീകരിക്കുന്നതിൻ്റെ ഭാഗമായി എൻ്റെ മണ്ഡലത്തിലെ കൊല്ലം ROBയുടെ താഴ്വശം ഡിസൈൻ ചെയ്ത് മനോഹരമാക്കി മികച്ച ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട്. ഇത്തരം പൊതുസ്ഥലങ്ങൾ വികസിപ്പിക്കുന്നതിന് CSR ഫണ്ട്, സഹകരണ മേഖല, സ്വകാര്യ സംരംഭകർ എന്നിവരെ ഉപയോഗപ്പെടുത്തുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. യെസ് മിനിസ്റ്റർ. സാർ, നമുക്ക് നല്ല നിലയിൽ ചെയ്യാൻ സാധ്യമാകുന്ന കാര്യങ്ങളാണ് സാർ. നേരത്തെ 2023 നവംബർ മാസം 16-ാം തീയതി വിനോദസഞ്ചാര വകുപ്പ് ഒരു ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചിരുന്നു. ആ ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റിൻ്റെ ഭാഗമായി തുടർച്ചയായി അതിൻ്റെ ഫോളോ അപ്പ് നടത്തുന്നതിൻ്റെ ഭാഗമായി പല പദ്ധതികളും ആരംഭിച്ചിട്ടുണ്ട് സാർ. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ പൊതു ഇടങ്ങളെ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പൊതു ഇടങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും ചേർന്നുകൊണ്ട് ഈ ലഹരിക്കെതിരെ ഉൾപ്പെടെയുള്ള പ്രതിരോധത്തിൻ്റെ കൂടി ഭാഗമായി കാണേണ്ട ഒരു പൊളിറ്റിക്സ് കൂടി അതിലുണ്ട് സാർ. അപ്പോൾ ആ നിലയിൽ പൊതു ഇടങ്ങളെ പരമാവധി ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധ്യമാകുന്ന നിലയിലേക്കുള്ള ഫെസിലിറ്റേറ്ററുടെ റോൾ വഹിച്ചുകൊണ്ട് ഗവൺമെൻറ് ഇടപെടുക എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് പൊതുവെ സ്വീകരിക്കുന്നത് സാർ. അതിൻ്റെ ഭാഗമായി മറ്റ് വകുപ്പുകളുമായി ചേർന്നുകൊണ്ടുള്ള പദ്ധതികൾ പൊതുവെ ടൂറിസം വകുപ്പ് ആലോചിക്കുന്നു സാർ. അതിലേറ്റവും സാധ്യതയുള്ള പൊതുമരാമത്ത് വകുപ്പ്. പൊതുമരാമത്ത് വകുപ്പിൻ്റെ പാലങ്ങൾ, റെയിൽവേ ഓവർബ്രിഡ്ജുകൾ ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട് സാർ. പല ബ്രിഡ്ജിൻ്റെ അടിയിൽ കാട് പിടിച്ച് കിടക്കുകയാണ് സാർ. കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം ചിലയിടങ്ങളിൽ ചില അരാജകത്വ കേന്ദ്രങ്ങളായി മാറുന്നു എന്നുള്ള സംശയം നാട്ടുകാർ പറയുന്നുണ്ട് സാർ. ബഹുമാനപ്പെട്ട MLA ഇവിടെ ചൂണ്ടിക്കാട്ടിയ ഈ ബ്രിഡ്ജ്, ആ ബ്രിഡ്ജ് ഇപ്പോൾ നമ്മുടെ CPIMൻ്റെ സംസ്ഥാന സമ്മേളനം വിജയകരമായി പൂർത്തീകരിച്ചു. ജനങ്ങൾ വലിയ പിന്തുണയാണ് ആ സമ്മേളനത്തിന് നൽകിയത്. ആ സമ്മേളനം നടന്നതിൻ്റെ തൊട്ട മുമ്പിലാണ് ഈ ബ്രിഡ്ജ് ഉള്ളത്. കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. അവിടെ ഇപ്പോൾ എങ്ങനെയാണ് സ്ഥലം മാറിയതെന്ന് എല്ലാവരും കണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്നവരും ട്രെയിനിൽ പോകുന്നവരൊക്കെ കാണുന്നുണ്ട് സാർ. ജനങ്ങൾക്ക് നടക്കാനുള്ള വാക്ക്വേ, ഷട്ടിൽ കോർട്ട്, വോളിബോൾ കോർട്ട്, ഓപ്പൺ ജിംനേഷ്യം, കുട്ടികൾക്കിരിക്കാൻ പാർക്ക്, വയോജനങ്ങൾക്ക് അവിടെ ഇരിക്കാനുള്ള സൗകര്യം തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും, ചെസ്സ് കളിക്കാനുള്ള സൗകര്യം ഒക്കെ ഉണ്ട്. നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ പാലങ്ങൾക്കടിയിലുള്ള സ്ഥലങ്ങൾ ഉപയോഗിച്ചുകൂടാ എന്ന് പൊതുവേ ഡിസൈൻ പോളിസിയുടെ ഭാഗമായി ചർച്ച ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായി പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിൽ, ഞാൻ അടിവരയിട്ട് പറയുകയാണ്, പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലാണ് നാഷണൽ ഹൈവേയുടെ ബ്രിഡ്ജ് എന്നുള്ളത് പലരും ചോദിച്ചിരുന്നു. പക്ഷേ അത് അത്ര എളുപ്പമല്ല, ഒരുപാട് സമയമെടുക്കും. പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള 50 പാലങ്ങൾ ഇതിനു വേണ്ടി തയ്യാറാണ്. ബഹുമാനപ്പെട്ട MLA മാർ ഇതുമായി സഹകരിക്കാൻ തയ്യാറുള്ള സഹകരണ സ്ഥാപനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, വ്യക്തികൾ ഇവരുമായി ചേർന്നുകൊണ്ട് പദ്ധതികളുമായി മുന്നോട്ട് വരാൻ തയ്യാറായാൽ 2 കൈ നീട്ടി ടൂറിസം വകുപ്പും പൊതുമരാമത്ത് വകുപ്പും സ്വീകരിക്കുമെന്നുള്ളത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിൽ ഇപ്പോൾ തന്നെ ഒരു 6 MLA മാർ ഇതുമായി ബന്ധപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ട്. അത് ഫോളോ അപ്പ് ചെയ്യാനും അതിൽ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നൽകാനും പൊതുമരാമത്ത് വകുപ്പ് അത് DTPCകളെ ഏൽപ്പിക്കുകയും DTPCകളുടെ നേതൃത്വത്തിൽ അത് പരിശോധിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ്. കൊല്ലത്തിപ്പോൾ കാണാൻ കഴിഞ്ഞത് രാത്രി 12-1 മണി വരെ അവിടെ ആളുകൾ നിൽക്കുന്നു എന്നുള്ളതാണ്. അത് വലിയ മാറ്റമാണ്. ആ മാറ്റം നമുക്ക് ഈ കാലഘട്ടത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റുന്നതാണ്. ഇനിയും അത് നമുക്ക് തുടരാം എന്ന് ബഹുമാനപ്പെട്ട MLA മാരോട് അതിന് നേതൃത്വപരമായ പങ്ക് വഹിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ഈ ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റിൻ്റെ ഭാഗമായി അവതരിപ്പിച്ചതല്ലാതെ മറ്റ് പദ്ധതികളിൽ നിക്ഷേപം ആകർഷിക്കുവാൻ ലക്ഷ്യമിടുന്നുണ്ടോ എന്നുള്ളത്. യെസ് മിനിസ്റ്റർ. സാർ, തീർച്ചയായിട്ടും അത്തരത്തിൽ നമ്മൾ ഇടപെടുന്നുണ്ട്. ഈ ടിമ്മിൻ്റെ തുടർച്ചയായുള്ള ഇൻവെസ്റ്റേഴ്സ് സെൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ വികസിപ്പിക്കാനാകുന്ന പദ്ധതികൾ തയ്യാറാക്കുകയാണ്. അത്തരം പദ്ധതികൾക്കുള്ള താല്പര്യപത്രം ക്ഷണിക്കുന്നതിന് വേണ്ടിയും തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ മറ്റ് കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ പൊതുവേ നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് പൊതുവേ കാണാൻ സാധിക്കുന്നത്. ശ്രീ PT റഹീം. സർ, ഈ പാലങ്ങൾക്ക് ചുവട്ടിൽ പൊതുയിടങ്ങൾ ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് അങ്ങ് പറഞ്ഞു. അത് എങ്ങനെയാണ് MLA മാരുമായിട്ട് അതിന് സഹവർത്തിത്വം ഉണ്ടാക്കുന്നത് എന്ന് വിശദീകരിക്കാം. സാർ, ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഉപയോഗിക്കാൻ സാധ്യമാകുന്ന ഒരു പാലത്തിനടിയിലുള്ള സ്പേസ് ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട MLA മാർ അതുമായി ബന്ധപ്പെട്ട് സ്പോൺസർ ചെയ്യാനും സഹകരിക്കാനും തയ്യാറുള്ള സഹകരണ സ്ഥാപനങ്ങളോ സ്വകാര്യ സ്ഥാപനങ്ങളോ വ്യക്തികളോ അല്ലെങ്കിൽ മറ്റ് സൊസൈറ്റികളോ ഉണ്ടെങ്കിൽ അവരുമായി ചർച്ച ചെയ്തുകൊണ്ട് ഒരു പ്രപ്പോസൽ തരികയാണെങ്കിൽ ആ പ്രപ്പോസൽ വളരെ പോസിറ്റീവായി തന്നെ അംഗീകരിച്ചു പോകാൻ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാണ്. ആ നിലയിൽ നമുക്കതിനെ എടുക്കാൻ വേണ്ടി പറ്റും.
ചിലയിടങ്ങളിൽ കംഫർട്ട് സ്റ്റേഷനുകളായി അതിനെ മാറ്റാം. ഇപ്പം നമുക്ക് ദീർഘദൂര യാത്രക്കാർക്കോ മറ്റുള്ളവർക്കോ ബാത്റൂം സൗകര്യങ്ങളും മറ്റും ഇല്ലാത്ത പ്രശ്നങ്ങൾ പറയുന്നുണ്ട്, ഇരിക്കാനില്ല ഇടമില്ലാത്ത പ്രശ്നം പറയുന്നുണ്ട്. നേരത്തെ ബഹുമാനപ്പെട്ട അംഗം ശ്രീ പ്രമോദ് നാരായണ ഇവിടെ ചൂണ്ടിക്കാട്ടിയ വർക്ക് സ്പേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക. അങ്ങനെ പല നിലയിലുള്ള കാര്യങ്ങൾക്ക് നമുക്കിതിനെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. കേരളത്തിൽ ഒറ്റയടിക്ക് കുറേ കേന്ദ്രത്തിൽ ഇത് വന്നാലുണ്ടാകുന്ന ഒരു പൊതുവേ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സ്ഥിതിയുണ്ട്. അതോടൊപ്പം നമ്മൾ കാണേണ്ടത് ഇപ്പോൾ ഈ പലതരത്തിലുള്ള ആളുകൾ ഒഴിഞ്ഞ സ്ഥലത്താണ് വന്ന് ഒത്തുകൂടുന്നത്. ഇപ്പോൾ ഫറോക്ക് പാലം ഒരുപാട് ചരിത്രപരമായ പ്രത്യേകതകളുള്ള പാലമാണ്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലും വലിയ പങ്കുവഹിച്ച ഇടമാണ്. ആ പാലത്തിൻ്റെ അടിയിൽ ഇതുപോലെ കേന്ദ്രമുണ്ടായി. ജനങ്ങൾ തന്നെ അവിടെ വലിയ എജിറ്റേഷനൊക്കെ തുടങ്ങി. പോലീസും ജനവും എക്സൈസും ഒക്കെ കൂടി ചേർന്നുകൊണ്ട് അതിനെ മാറ്റാനുള്ള ശ്രമം നടത്തി. ആ പാലം ഇപ്പോൾ ദീപാലങ്കൃതമാക്കി ട്രെയിനിൽ പോകുന്ന എല്ലാവരും കാണുന്നുണ്ട്. അതിൻ്റെ അടുത്തുള്ള ഒരു പാർക്ക്, അടഞ്ഞു കിടന്നിരുന്ന പാർക്ക് വി പാർക്ക് എന്നുള്ളതിൽ കൊണ്ടുവന്നു. ഇപ്പോൾ അങ്ങനത്തെ പ്രവണതകൾ അവിടെ ഇല്ല. അവിടെ നിന്ന് ആളുകൾ അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. പക്ഷേ അതൊരു പ്രധാന സാംസ്കാരിക കേന്ദ്രമായി മാറി എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ആ നിലയിൽ നമുക്കിതിനെ ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു പ്രധാന ഉത്തരവാദിത്വം കൂടിയായി, ഇത്തരം അരാജക പ്രവണതകൾക്കെതിരെയുള്ള ഒരു ഫൈറ്റിൻ്റെ ഭാഗം കൂടിയായി ഇത്തരം പൊതു ഇടങ്ങളെ പരമാവധി എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ള കാഴ്ചപ്പാട് കൊണ്ടുവരാം. അതിനെല്ലാ പിന്തുണയും MLA-മാർക്ക് പൊതുമരാമത്ത് വകുപ്പും ടൂറിസം വകുപ്പും നൽകും എന്ന് ഇവിടെ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രീ IB സതീഷ്. സർ, കാട്ടാക്കട മണ്ഡലത്തിലെ ശാസ്താംപാറ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ശ്രദ്ധേയമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നാണ്. ശാസ്താംപാറയിൽ അഡ്വഞ്ചറസ് ടൂറിസം അക്കാദമി പ്രഖ്യാപിക്കുകയും അതിൻ്റെ വിശദമായ പദ്ധതി തയ്യാറാക്കുകയും ചെയ്തതാണ്. ആവശ്യമായ ഭൂമി കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അഡ്വഞ്ചറസ് ടൂറിസം അക്കാദമി നടപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏത് ഘട്ടത്തിലാണ് എന്ന് വിശദീകരിക്കാമോ? സാർ, MLA ഇത് നിരവധി തവണ ശ്രദ്ധയിൽപ്പെടുത്തിയ വിഷയമാണ്. ഇവിടെ ഒരു PPP മോഡൽ പദ്ധതി ആണ് വകുപ്പ് ഉദ്ദേശിക്കുന്നത്. പദ്ധതിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ടൂറിസം സെക്രട്ടറി തല കമ്മിറ്റി തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി താൽപ്പര്യപത്രം ക്ഷണിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനം കൈക്കൊള്ളും. വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ശാസ്താംപാറ അഡ്വഞ്ചർ ടൂറിസം പാർക്കും അക്കാദമിയും യാഥാർത്ഥ്യമാക്കുവാനുള്ള ഇടപെടലുകൾ നടത്താമെന്നുള്ളത് ബഹുമാനപ്പെട്ട അംഗത്തെ അറിയിക്കുക. ശ്രീ CH കുഞ്ഞമ്പു. സർ, രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സ്വകാര്യ സംരംഭകർ കൂടുതലായി നിക്ഷേപത്തിന് തയ്യാറായ ടൂറിസ്റ്റ് മേഖലയാണ് ബേക്കൽ. ബേക്കലിൽ നടന്ന 1ഉം 2ഉം ഇൻ്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിവലുകൾ ടൂറിസ്റ്റുകളെയും നിക്ഷേപകരെയും വരവിൽ ഗണ്യമായ വർധനവ് വരുത്തിയിട്ടുണ്ട്. 3 പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ ഉൾപ്പെടെ ടൂറിസം വികസനത്തിന് ആവശ്യമായ ഒട്ടേറെ സൗകര്യങ്ങൾ നിലവിലുള്ള ബേക്കലിൽ കൂടുതൽ ടൂറിസം പദ്ധതികൾ സാധ്യമാക്കാൻ നടപടി സ്വീകരിക്കുമോ? അതോടൊപ്പം തന്നെ ബേക്കൽ ഇൻ്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിവലിൻ്റെ 3ാമത്തെ എഡിഷൻ നടത്തുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തിക സഹായം നൽകുമോ? സർ, ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റ് 2023 സംഘടിപ്പിച്ചതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവായി മാറിയത് ബേക്കലാണ് സാർ. ബേക്കലിലാണ് അതിൻ്റെ ഭാഗമായി നിരവധി പദ്ധതികളുടെ വാഗ്ദാനം വരികയും പലതും യാഥാർത്ഥ്യമാവുകയും ചെയ്തിട്ടുള്ളത്. ആ നിലയിൽ ബേക്കലിൻ്റെ സാധ്യത BRDCയുടെ നേതൃത്വത്തിൽ വളരെ മാതൃകാപരമായി ഇടപെട്ട് മുന്നോട്ട് പോകുന്നുണ്ട് സാർ. ഇപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ബേക്കൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ഇവിടെ ചൂണ്ടിക്കാട്ടി. അത് 3 5 സ്റ്റാർ ഹോട്ടൽ എന്നുള്ളത് മാത്രമല്ല പ്രത്യേകത, ഒരു പഞ്ചായത്തിലാണ് സാർ. ഒരു പഞ്ചായത്തിലാണ് 3 5 സ്റ്റാർ ഹോട്ടൽ. അപ്പോൾ 3ാമത്തെ 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ ആദ്യത്തെ 2 സ്ഥലത്തെ സ്ഥിതി ചോദിച്ചു. ഒരു റൂം പോലും ഒഴിവില്ലാത്ത നിലയിലേക്കാണ് അവിടെ മാറിയിട്ടുള്ളത്. സഞ്ചാരികളെന്ന് പറയുമ്പോൾ എല്ലാവരും 5 സ്റ്റാർ ഹോട്ടൽ സെലക്ട് ചെയ്യുന്നവരല്ല, നമുക്കറിയാം. അവിടെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ റെസ്റ്റ് ഹൗസുകളും ടൂറിസം ഗസ്റ്റ് ഹൗസുകളും ഹോം സ്റ്റേകളും ഒക്കെ നല്ല നിലയിൽ വന്നിട്ടുണ്ട്. ബേക്കലിൽ വലിയ മാറ്റം ഇതിൻ്റെ ഭാഗമായി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വന്നിട്ടുള്ള നിക്ഷേപകരെ നല്ല നിലയിൽ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സാധിക്കും. ബേക്കൽ ഡെസ്റ്റിനേഷനിലെത്തുന്ന സ്വകാര്യ സംരംഭകർ ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റിൻ്റെ ഭാഗമായി എത്തിയിട്ടുള്ളവരെ ഫെസിലിറ്റേറ്റ് ചെയ്യാനുള്ള ചുമതല BRDCയെ ഏൽപ്പിക്കുന്നതും പരിശോധിക്കാമെന്നുള്ളത് സഭയെ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ശ്രീ M വിൻസെന്റ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തോട് ചേർന്ന് കിടക്കുന്നതാണ് കേരളത്തിലെ ആദ്യത്തെ ടൂറിസം ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള കോവളം. കോവളത്തിൻ്റെ പ്രാധാന്യം അങ്ങ് തന്നെ പലതവണ ഇവിടെ പറഞ്ഞിട്ടുള്ളതുമാണ്. കേരളത്തെ അറിയാത്തവർ പോലും കോവളത്തെ അറിയുന്നു എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരെ അങ്ങ് നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ തുറമുഖം യാഥാർത്ഥ്യമാകുന്ന പശ്ചാത്തലത്തിൽ കോവളത്തെ ടൂറിസത്തെ കൂടുതൽ സജീവമാക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും പഠനങ്ങൾ നടത്തി പുതിയ പദ്ധതികൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് ഗവൺമെൻറ് വ്യക്തമാക്കാമോ? യെസ് മിനിസ്റ്റർ. സാർ, കേരളത്തെ അറിയാത്തവർ മാത്രമല്ല കോവളത്തെ അറിയുന്നു ഞാൻ പറഞ്ഞു. സാർ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തേക്ക് പോലും വരുന്നത് കോവളത്ത് വരാൻ വേണ്ടിയാണ് എന്നുള്ള നിലയിൽ വിദേശ സഞ്ചാരികളുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. ഇവിടെ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതുപോലെ കോവളത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ കിഫ്ബിയുടെ ഒരു വലിയ ബൃഹത് പദ്ധതി, നല്ല തുക ചെലവഴിച്ചുകൊണ്ടുള്ള പദ്ധതിയുണ്ട്.
അത് നമുക്ക് യാഥാർത്ഥ്യമാക്കണം. അതിന് കുറച്ച് സമയമെടുത്തു എന്നുള്ളതൊരു പ്രശ്നമാണ്. കിഫ്ബിയുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അത് നമുക്കത് എത്രയും വേഗത്തിൽ അത് യാഥാർത്ഥ്യമാക്കാൻ കൂട്ടായി നിന്നുകൊണ്ട് ഇടപെടാം. എല്ലാ നിലയിലും ഇടപെട്ട് മുന്നോട്ട് പോകും. ശ്രീ ചന്ദ്രശേഖരൻ. സർ, ബഹുമാനപ്പെട്ട മന്ത്രി ബേക്കൽ ടൂറിസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ബേക്കൽ ഇപ്പോൾ എത്തിയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചുമൊക്കെ സൂചിപ്പിച്ചു. ഈ ആജാനൂർ പഞ്ചായത്തിലെ ബേക്കൽ ടൂറിസത്തിൻ്റെ ഭാഗമായി തന്നെ 13 ഏക്കറിലധികം സ്ഥലം വർഷങ്ങൾക്ക് മുമ്പ് എടുത്തതാണ്. ആ ഭൂമി ഈ സർക്കാരിൻ്റെ കാലത്താണ് അതിനെ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൻ്റെ ഭാഗമായി ചിലർ പുതുതായി അവിടെ കടന്നു വരാൻ തയ്യാറായത്. അവർ സംരംഭങ്ങൾ ആരംഭിക്കുമെന്ന് പറഞ്ഞെങ്കിലും വർഷം ഒന്നിലധികം കഴിഞ്ഞിട്ടും ഒന്നും ആരംഭിച്ചിട്ടില്ല. അത് സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ നടപടി സ്വീകരിക്കും. അതുമായി ബന്ധപ്പെട്ട ചർച്ച തുടർന്ന് പോവുകയാണ്. അവർ വലിയൊരു നിലയിലുള്ള വാഗ്ദാനം നൽകി അതിൻ്റെ കാര്യമായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ചില ചെറിയ വിഷയങ്ങളുണ്ട്, അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ തന്നെ സാധിക്കുമെന്നുള്ളതാണ് പൊതുവേ കാണാനുള്ള. ബേക്കൽ ഫെസ്റ്റിൻ്റെ കാര്യവും നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അവിടെ വന്നിട്ടുള്ള മാറ്റം കൂടിയാണ് ബേക്കൽ ഫെസ്റ്റും. അതുപോലെ ഈ പൊതുവേ BRDCയുടെ പ്രവർത്തനവും വളരെ നല്ല നിലയിലാണ്. BRDC അതിൻ്റെ പ്രവർത്തനം BRDCയുടെ MDയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടത്തി വരുന്നത്. ബഹുമാനപ്പെട്ട MLAയും ആ ബേക്കലുമായി ബന്ധപ്പെട്ട മറ്റു മണ്ഡലങ്ങളിലുള്ളവരൊക്കെ തന്നെ MLAമാരൊക്കെ തന്നെ യോജിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് കൂടുതൽ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായി, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായി മാറിയ ബേക്കലിനെ ഇനിയും നമുക്ക് വികസിപ്പിക്കാനാവും. ശ്രീ കെ ആൻസ്ലാൻ. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സാർ, എൻ്റെ മണ്ഡലത്തിലെ നെയ്യാറ്റിക്കര നഗരസഭയുടെ നെയ്യാറിൻ്റെ ഭാഗമായിട്ടുള്ള ഈരാറ്റിൻപുറം, അതായത് നെയ്യാറ് രണ്ടായി പിരിഞ്ഞു പോകുന്ന മനോഹരമായിട്ടുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള ഭൂപ്രദേശമാണ്. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് അവിടെ ഏകദേശം 2,66,00,000 രൂപ മുടക്കിക്കൊണ്ട് കുറേ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞു. അനുബന്ധമായ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചാൽ നമ്മുടെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയും. അതുവഴി ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയും. ഇക്കാര്യത്തിൽ മിനിസ്റ്റർ പ്രത്യേകമായ ഒരു ഇടപെടൽ നടത്തി സഹായിക്കുമെന്നാണ് ചോദ്യം. സാധ്യതക്കനുസരിച്ച് ഇടപെടാനുള്ള എല്ലാ നിലയിലുമുള്ള തീരുമാനങ്ങൾ ടൂറിസം വകുപ്പ് കൈക്കൊള്ളാമെന്നുള്ള സഭയെ അറിയിക്കും.